ശരിക്കും സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനുള്ളിൽ കളിക്കുന്നത് ഒറ്റയ്ക്കാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. കാരണം സായി ഇപ്പോൾ ജാസ്മിന് വേണ്ടിയും ഗബ്രിക്ക് വേണ്ടിയും കളിക്കുന്നത് പോലെയാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ആഴ്ച വന്നതിൽ 6 വൈൽഡ് കാർഡ് എൻട്രികളാണ് ഉള്ളത്. അതിൽ നേരത്തെ തന്നെ എല്ലാവരും പ്രഡിക്ഷൻ ചെയ്ത ഒരു പേരാണ് സായിയുടേത്. സായിയുടെ പേര് വന്നതിന് ശേഷം ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോയെ തകർക്കാൻ വന്നൊരു വ്യക്തി എന്ന് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജാസ്മിനോട് തന്നെ ഇന്ന് വീണ്ടും പുറത്തെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കുകയായിരുന്നു സായി ചെയ്തത്. വന്ന ദിവസം തന്നെ ജാസ്മിൻ്റെ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞ പയ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സായി പറഞ്ഞു. അതിനുശേഷം ഇന്നും കണ്ണും കൈയും കാണിച്ച് പുറത്തത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇതോടെ ബിഗ് ബോസിനാകെ ദേഷ്യമായി. എല്ലാവരെയും വിളിച്ചു വരുത്തി ലിവിംഗ് ഏരിയയിൽ ഇരുത്തിക്കൊണ്ടാണ് ബിഗ് ബോസ് ഇക്കാര്യം പറഞ്ഞത്. നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തീരാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങും. അത് വല്ലാത്ത ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ഇതിനെ താക്കീത് കൊടുക്കുന്നത്? പറഞ്ഞയച്ചുകൂടെ? ബിഗ് ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് തെറ്റിച്ചത്. ഇവിടെ പുറത്ത് പറഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അയാൾ ആ ബിഗ് ബോസ് വീടിന് അത്ര ചേർന്ന ഒരാളല്ല എന്ന് തന്നെ കാണുന്നു. ഒന്നും സീക്രട്ട് ആക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളെ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്നത്? ഇയാൾ ഓപ്പൺ ഏജന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് തുറന്നു പറഞ്ഞു. ഇനി പറയാനൊന്നുമില്ല. ജാസ്മിൻ ഇനി ഇത് അറിഞ്ഞു കളിച്ചാൽ മതി. നോമിനേഷന് പോലും ജാസ്മിൻ ഇനി സീക്രട്ട് ഏജന്റ് പേര് പറയും. അപ്പോൾ അറിയാം ജാസ്മിന്റെ സ്വഭാവം. എങ്ങനെയെങ്കിലും കളിച്ചവളെ പുറത്താക്കണമെന്നല്ല, പകരം അവളുടെ കൂടെ നിന്ന് കളിക്കുകയാണ് സായി ചെയ്തത്. അത് വല്ലാത്ത തെറ്റായിപ്പോയെന്നും ഇതാണ് ബിഗ് ബോസിന് ഇപ്പോൾ ദേഷ്യമായിരിക്കുന്നതെന്നും പറയുന്നു. പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് വന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും സായി ഇതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇതോടെ ബിഗ് ബോസിന് ദേഷ്യമായി. ഇതോടെ തന്നെ ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്താക്കുമെന്ന് തന്നെ ബിഗ് ബോസ് കർശനമായ താക്കീത് നൽകി. ഇതോടെ തലകുലിക്ക് സമ്മതിക്കുകയായിരുന്നു സീക്രട്ട് ഏജന്റ്. ബിഗ് ബോസ് പറയുന്ന സമയം സീക്രട്ട് ഏജന്റ് തല കുനിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു. മുഴുവൻ ആൾക്കാരെ ഇരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റ് മാത്രം എഴുന്നേറ്റ് നിന്നു. സായി ഇതെല്ലാം തല കുനിച്ച് കേട്ടതിനു ശേഷം തലകുലുക്കി. ഒരു സോറി പോലും പറഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏറെ ഹൈപ്പിലായിരുന്നു സീക്രട്ട് ഏജന്റ് വീട്ടിലേക്കുള്ള വരവ്. ആദ്യ ദിവസം വന്നതിന് ശേഷം ജാസ്മിനോട് തന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞത് വലിയ വിവാദമായി മാറി. വൈൽഡ് കാർഡ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് എല്ലാവരും പറഞ്ഞു. ജാസ്മിന് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സായി വ്യക്തമാക്കിയ ധാരണ നൽകി. പുറത്തെ അവരുടെ ഇമേജും ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖവും വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ വോയിസ് ക്ലിപ്പും വരെ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറഞ്ഞു. ബിഗ് ബോസ് വാർണിംഗ് നൽകുന്നത് വരെ സായി ജാസ്മിനോട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. അതായത് ജാസ്മിൻ എല്ലാം അറിഞ്ഞു. ഇപ്പോൾ ഇതേ കാര്യത്തിന് അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് സായി. ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി. സായിയെ എഴുന്നേറ്റ് നിർത്തിച്ചാണ് ബിഗ് ബോസ് താക്കീത് നൽകിയത്. പുറത്തു നടന്ന കാര്യങ്ങൾ ആംഗ്യത്തിലൂടെ സംസാരത്തിലൂടെ സൂചന നൽകരുത് എന്ന് തന്നെ നേരത്തെ പറഞ്ഞതാണ്. അത് വീണ്ടും ലംഘിച്ചു. ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനം ഗൗരവമായ വിഷയമാണ്. അതിനാൽ ഇത് അവസാന താക്കീതാണെന്ന് കടുത്ത നടപടിയെടുക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞു. ഇതോടെ തലകുലിക്ക് സംബന്ധിച്ച് എല്ലാം അവിടെ ഇരിക്കുകയായിരുന്നു സീക്രട്ട് ഏജന്റ് ചെയ്തത്. എന്നാൽ ഇതത്ര ശരിയായ ഒരു നടപടിയായിട്ട് ആർക്കും തോന്നിയില്ല. അയാളെ പുറത്താക്കണമായിരുന്നു. വലിയൊരു നിയമലംഘനമാണ് അവിടെ നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സീക്രട്ട് ഏജന്റ് ഉടൻ തന്നെ വീട്ടിൽ പോകേണ്ടി വരും. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.